ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സാധാരണക്കാരന്റെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇവിടെ വിലയില്ലേ? മകൾക്ക് നീതി വേണം, ജാസ്ലയുടെ കുടുംബം. എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥി ജാസ്ലിയ ജോൺസൺ കാറിടിച്ചു മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മരിച്ച ജാസ്ലിയയുടെ കുടുംബം 6 ദിവസമായി അപകടം നടന്നിട്ടെന്നും പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ലെന്നും കുടുംബം വിമർശിച്ചു. സാങ്കേതികവിദ്യ ഇത്രയധികം വളർന്നിട്ടും പ്രതിയെ പിടികൂടുവാൻ എന്താണ് ഇത്ര താമസമെന്നും കുടുംബം ചോദിക്കുന്നു. പോലീസ് ഒത്തുകളിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും ആരോപണം. പ്രാർത്ഥിച്ചവർക്ക് നന്ദി. 6 ദിവസമായി അപകടം നടന്നിട്ട് പ്രതികളെ പിടികൂടിയിട്ടില്ല. പ്രതി ഡോക്ടറാണ്. സാധാരണക്കാരന്റെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലയില്ലേ? പാവം കുഞ്ഞായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്റെ മകൾക്ക് നീതി കിട്ടണം. വാഹനം നിർത്തി ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെട്ടേനെ, ജാസ്ലയുടെ അമ്മ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇറാനിയൻ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ടെന്ന് ട്രംപ്. ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് അബ്ബാസ് അരഗ്ചി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാനിയൻ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ടെന്ന് അവകാശപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈകിപ്പോയെന്നും യുദ്ധം തുടരുവാനാണ് അമേരിക്ക ഇപ്പോൾ താൽപര്യപ്പെടുന്നതെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഈ അവകാശവാദം ഇറാൻ തള്ളി. ഇറാൻ അല്പം വൈകിപ്പോയെന്നും യുദ്ധം ചെയ്യുവാനാണ് അമേരിക്ക ഇപ്പോൾ താൽപര്യപ്പെടുന്നതെന്നും ട്രംപ് പറയുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവി പുനർനിർമ്മിക്കുവാൻ സഹായിക്കുവാൻ ഇറാനിയൻ നയതന്ത്രജ്ഞനോട് ട്രംപ് ആവശ്യപ്പെട്ടു. വലിയ സാധ്യതകളുള്ള പുതിയതും മികച്ചതുമായ ഇറാനെ സൃഷ്ടിക്കുവാൻ അവരുടെ സഹായം ആവശ്യമാണെന്നും ട്രംപ് വ്യക്തമാക്കി. പത്തനംതിട്ടയ്ക്ക് അബിൻ വർക്കിയെ വേണ്ട, കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ പോസ്റ്റർ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറന്മുള അബിൻ വർക്കിയെ വേണ്ടെന്ന് പോസ്റ്റർ. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് അബിൻ വർക്കിക്കെതിരെ പോസ്റ്റർ പതിച്ചത്. ടൌണിലും പ്രസ് ക്ലബ്ബ് പരിസരത്തുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസുകാരുടെ ഹൃദയവികാരത്തെ മുറിവേൽപ്പിക്കരുതെന്ന് പോസ്റ്ററിൽ പറയുന്നു. കോൺഗ്രസിന് 4 മണ്ഡലങ്ങൾ മാത്രമുള്ള പത്തനംതിട്ടയിൽ ജില്ലയിലുള്ള കോൺഗ്രസുകാർക്ക് അവസരം നൽകണം. സാധാരണക്കാരായ അണികളുടെ ആത്മാഭിമാനത്തെ പണയം വെച്ചു കൊടുക്കരുത് നേതാക്കളെയെന്നും പോസ്റ്റർ. അബിൻ വർക്കിയെ ആറന്മുളയിൽ പരിഗണിക്കുന്ന കാര്യം ഉറപ്പായ സാഹചര്യത്തിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. 2ാം പീഡന കേസ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് പരിഗണിക്കും. ബംഗളൂരു സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന 2ാം പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. പ്രോസിക്യൂഷൻ സമർപ്പിച്ച അപേക്ഷയിൽ കോടതി ഇന്ന് വാദം കേൾക്കും. രാഹുൽ വാട്സ്ആപ്പ് കോൾ ചെയ്തെന്ന് യുവതി പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് ഹർജി. ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനം എന്നാണ് പരാതി. പ്രോസിക്യൂഷൻ സമർപ്പിച്ച അപേക്ഷയിൽ കോടതി ഇന്ന് വാദം കേൾക്കും. നേരത്തെ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ നൽകിയിരുന്ന 5ാമത്തെ വ്യവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ ലംഘിച്ചിരുന്നു. 2ാം അതിജീവിതയെ ഫോണിൽ വിളിച്ചതാണ് കോടതി അലക്ഷ്യമായത്. അശാന്തിയുടെ ദിനങ്ങൾ. ഇസ്രായേൽ അമേരിക്ക സംയുക്ത സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഒരാഴ്ച. ഇസ്രായേൽ അമേരിക്ക സംയുക്ത സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ടെന്ന് ഒരാഴ്ച. യുദ്ധം ഒരാഴ്ച പിന്നിടുമ്പോഴും മധ്യപൂർവേഷ്യ അശാന്തിയുടെ പിടിയിലാണ്. ഒരു വശത്ത് ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ മിസൈൽ വർഷം നടത്തുമ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചും GCC രാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയും പ്രത്യാക്രമണം തുടരുകയാണ് ഇറാൻ. ഫെബ്രുവരി 28 പുലർച്ചെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കയും ലയൺസ് റോർ എന്ന പേരിൽ ഇസ്രായേലും ഇറാനിൽ സംയുക്ത ആക്രമണം നടത്തുകയായിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ ദിനം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖമനിയെ വധിച്ചു. ഖമനിയെ താമസിച്ചിരുന്ന കൊട്ടാരത്തിലേക്ക് ബങ്കർ ബസ്റ്റർ മിസൈലുകളടക്കം പ്രയോഗിച്ച ആക്രമണത്തിൽ ഖമനിയുടെ കുടുംബാംഗങ്ങളടക്കം കൊല്ലപ്പെട്ടു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് മാറ്റം. തമിഴ്നാട് ഗവർണർ RN രവിയെ ബംഗാൾ ഗവർണറായി നിയമിച്ചു. തമിഴ്നാട് ഗവർണർ RN രവിയെ ബംഗാൾ ഗവർണറായി നിയമിച്ച് രാഷ്ട്രപതി. CV ആനന്ദബോസിന്റെ രാജിക്ക് പിന്നാലെയാണ് നടപടി. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് തമിഴ്നാടിന്റെ ചുമതല കൂടി നൽകി. ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും മാറ്റിയിട്ടുണ്ട്. അബുദാബിയിലും ദുബായിലും ജാഗ്രതാ നിർദ്ദേശം. ഇറാൻ ആക്രമണം ചെറുക്കുന്നതായി UAE. ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം. അബുദാബിയിലും ദുബായിലും ജാഗ്രതാ നിർദ്ദേശം. ഇറാൻ ആക്രമണം ചെറുക്കുന്നതായി UAE വ്യക്തമാക്കി. മിസൈൽ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ UAE ഇന്റീരിയർ മിനിസ്ട്രി താമസക്കാരോട് അടുത്തുള്ള സുരക്ഷിതമായ കെട്ടിടത്തിൽ ഉടൻ അഭയം തേടുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ജനാലകൾ, വാതിലുകൾ, തുറന്ന സ്ഥലങ്ങൾ എന്നിവയിൽ നിന്നും മാറി നിൽക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് 6 ബാലിസ്റ്റിക് മിസൈലുകളും 125 ഡ്രോണുകളും നേരിട്ടതായി UAE വ്യോമസേന അറിയിച്ചു. ഒരു ബാലിസ്റ്റിക് മിസൈലും 6 ഡ്രോണുകളും രാജ്യത്ത് പതിച്ചു.
ബഹ്റൈനിൽ പ്രമുഖ പെട്രോളിയം കമ്പനിയായ ബാപ്കോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായി. നിലവിൽ തീയണയ്ക്കുവാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.